ആ വ്യക്തി ഭയപ്പെട്ടു. ആ ഭയമാണ് അയാളുടെ ജീവിതത്തിൽ നാശകരമായി മാറിയത്. ആ ഭയമാണ് അയാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തിവെച്ചത്. ആ ഭയമാണ് അയാളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞത്. ആ ഭയമാണ് അയാളെ കൊന്നത്. എവിടെയാണ്? ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ. ഏതാണ് പർവ്വതം? പർവ്വതത്തിൻ്റെ പേരെന്താണ്? ഭയപ്പെട്ട ആ വ്യക്തി ആരാണ്? ജീവൻ നഷ്ടമായ മനുഷ്യൻ ആരാണ്? സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ഒരു മഹാരാജാവാണ്. മഹാരാജാവായിരുന്നിട്ട് പോലും എന്തിനാണങ്ങനെ ഭയപ്പെട്ട് മരിച്ചത്? ഭീരുത്വം കൊണ്ട്. പുറമേ രാജാവാണ്, എന്നാൽ ഉള്ളിൽ ഭീരുത്വമാണ്. അതെന്താണ്? പുറമേ രാജാവാണെങ്കിലും ഉള്ളിൽ ഭീരുവായിക്കൊണ്ട് എന്തിനാണ് സ്വസ്ഥത കെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പുറമേ അദ്ദേഹം ഒരു രാജാവാണ്, എന്നാൽ അയാളുടെ ഉള്ളിൽ രാജാവില്ല. ഒരു വ്യക്തി എത്ര രാജാവാണെങ്കിലും അയാളുടെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു ഇല്ല എങ്കിൽ, അയാൾ എത്ര വലിയ പദവിയിലിരിക്കുന്നവനാണെങ്കിലും, എത്ര അധികാരമുള്ള സ്ഥാനത്തിലുള്ള വ്യക്തിയാണെങ്കിലും, എത്ര വലിയ മനുഷ്യനാണെങ്കിലും, ആ വ്യക്തി പുറമേ മാത്രമായിരിക്കും പദവിയുള്ളവനായി കാണപ്പെടുന്നത്. എന്നാൽ ഉള്ളിൽ ഭയത്തോടുകൂടി ഭീരുത്വത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനായിരിക്കും. വരൂ, 1 ശമൂവേൽ പുസ്തകം 28-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ ശമൂവേൽ മരിച്ചുപോയിരുന്നു. ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ചു. അവന്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയം ഇറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാറേ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊരീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ഫെലിസ്ത്യർ സൈന്യമായിട്ട് കടന്നു വന്നിരിക്കുന്നു. ശൗലിന് എതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് ഫെലിസ്ത്യർ പാളയമിറങ്ങിയിരിക്കുകയാണ്. ഫെലിസ്ത്യരെ കണ്ടതായ ശൗലിന് വലിയ ഭയമുണ്ടാവുകയാണ്. അവരെ നേരിടുവാൻ കഴിയുന്നില്ല. കാരണമറിയാമോ? ദൈവം ശൗലിനെ വിട്ടുമാറിയിരുന്നു. എന്തുകൊണ്ടാണ് ശൗലിനെ ദൈവം വിട്ടുമാറിയെന്നറിയാമോ? ശൗൽ ദൈവത്തിൻ്റെ വാക്കിനെ കേൾക്കാത്തതുകൊണ്ട്. ഞാൻ മനുഷ്യനെ ഭയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ മനുഷ്യരെ ഭയപ്പെടുന്ന ആളുകൾ? അധികാരികളെ ഭയപ്പെടുന്ന ആളുകൾ, സാഹചര്യങ്ങളെ ഭയപ്പെടുന്ന ആളുകൾ, ശത്രുക്കളെ ഭയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ ആരെങ്കിലുമുണ്ടോ? നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിന്നിൽ പാപത്തിൻ്റെ അംശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പാപം ഒരു വ്യക്തിയിൽ ഭയത്തെ കൊണ്ടുവരുന്നു. നീതിയോടുകൂടിയുള്ള ജീവിതം ഒരു വ്യക്തിക്ക് ധൈര്യത്തെ കൊടുക്കുന്നു. നീ സിംഹത്തെപ്പോലെ നിർഭയമായിരിക്കണമെങ്കിൽ നീതിയോടെ ജീവിക്കണം, സത്യസന്ധതയോടെ ജീവിക്കണം. തെറ്റുകൾ ചെയ്യുന്നതായ ഭർത്താവിന് ഭാര്യയെ ഭയമായിരിക്കും. തെറ്റുകൾ ചെയ്യുന്നവളായ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയമായിരിക്കും. തെറ്റു ചെയ്യുന്നവരായ മക്കൾ ഭയപ്പെടും, ആരെങ്കിലും അറിയുമോ എന്ന് വിചാരിച്ച്. കൈക്കൂലി വാങ്ങുന്നതായ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ്, ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയം. മോഷണം നടത്തുന്ന ആളുകൾ എത്ര ധൈര്യത്തോടെ മോഷണം നടത്തിയാലും ഉള്ളിൽ ഭയന്ന് മരിക്കുന്ന അവസ്ഥയാണ്. കാരണം ആരെങ്കിലും പിടിക്കുമോ എന്നുള്ള ഭയം. തെറ്റു ചെയ്യുന്ന വ്യക്തികൾ സാധാരണമായിട്ട് ഭയത്തിന് ഇരകളായിരിക്കും. ശൗൽ പറയുകയാണ്, ഞാൻ മനുഷ്യനെ ഭയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കിനെയും നിന്റെ വാക്കിനെയും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യേസ്, ശൗൽ ഗിൽബോവിൽ വെച്ച് സ്വയം മരിച്ചു. കാരണമറിയാമോ? ദൈവം ശൗലിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. കാരണമറിയാമോ? ശൗൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതുകൊണ്ടാണ്. തനിഷ്ടപ്രകാരം ജീവിച്ചു. ഇന്നെൻ്റെ ചോദ്യം ഇതാണ്, ഇഷ്ടാനുസരണം ജീവിച്ചുകൊണ്ട് കഷ്ടവും നഷ്ടവുമൊക്കെ വരുത്തിവെക്കുകയാണോ? അതോ ദാവീദിനെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളവനായി ജീവിച്ച് അനുഗ്രഹങ്ങൾ അനുഭവിക്കണമോ? ഇത് നിന്റെ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കും. എന്തു ചെയ്യാൻ പോകുന്നു? നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ ദൈവമേ, ഇന്നാരും തന്നെ ശൗലിനെ അനുഗമിക്കാനോ ശിംശോനെ അനുഗമിക്കുവാനോ പാടില്ല. നീ ഞങ്ങൾക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല തന്നത്, സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. കർത്താവേ, ഈ ഒരു ആത്മാവുള്ളവരായി ധൈര്യത്തോടുകൂടി നിന്റെ സാന്നിധ്യമുള്ളവരായി സകല പ്രശ്നങ്ങളെയും സകല സാഹചര്യങ്ങളെയും സകല തടസ്സങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട് വിജയം നേടുവാനുള്ളതായ മഹാകൃപ നിന്റെ മക്കൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ധൈര്യത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന്, ഞങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.